രണ്ട് പതിറ്റാണ്ടോളം നീണ്ട നിയമ നടപടികൾക്കും 13 കോടതി വിചാരണകൾക്കും ശേഷം കേരളത്തിലെ കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ അബ്ദുൾ റഹീം നാട്ടിലേക്ക് പെരുന്നാൾ അവധിക്ക് മുൻപായി പുറത്തിറങ്ങൽ നടപടികൾ പൂർത്തിയാക്കാനാണ് കുടുംബത്തിന്റെയും നിയമസഹായ സമിതിയുടെയും നീക്കം. എന്തായിരുന്നു അബ്ദുൾ റഹീമിന്റെ പേരിലുണ്ടായ കൊലപാതക കുറ്റം? 2006 റിയാദിൽ 26 വയസ്സുള്ള ടാക്സി ഡ്രൈവറായിട്ടാണ് റഹീം എത്തുന്നത്. തന്റെ തൊഴിലുടമയുടെ 15 വയസ്സുള്ള മകന്റെ കെയർ ടേക്കറായി ജോലി ചെയ്യുന്നതിനിടെയാണ് സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. കുട്ടിയുടെ ശരീരം ഭാഗികമായി തളർന്നുപോയി ശ്വസനത്തിനും ഭക്ഷണത്തിനും ഒരു മെഡിക്കൽ ട്യൂബിനെ ആശ്രയിക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ റഹീം അബദ്ധത്തിൽ ട്യൂബ് ഊരി മാറ്റിയതിനെ തുടർന്നാണ് കുട്ടി മരണപ്പെട്ടത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് സൗദി അറേബ്യയിൽ റഹീം അങ്ങനെ ജയിലിലായി. റിയാദ് ക്രിമിനൽ കോടതി 20 വർഷം തടവ് ശിക്ഷ വിധിച്ചു, കൂടാതെ വധശിക്ഷയും. 2018 ഇരയുടെ കുടുംബം 1.5 ദശലക്ഷം സൗദി റിയാലുകൾ, അതായത് ഏകദേശം 34 കോടി രൂപ രക്തദാനമായി സ്വീകരിച്ചതിനെ തുടർന്ന് വധശിക്ഷയിൽ ഇളവ് നൽകി. കേരളത്തിലുടനീളവും ആഗോള മലയാളി പ്രവാസി സമൂഹവും നടത്തിയ വൻതോതിലുള്ള ധനസമാഹരണത്തിലൂടെയാണ് ഈ തുക പൂർണ്ണമായും സമാഹരിച്ചത്. റഹീമിന്റെ കുടുംബവും സുഹൃത്തുക്കളും സേവ് അബ്ദുൾ റഹീം എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് ആരംഭിച്ചുകൊണ്ട് ഒരു വലിയ പ്രചാരണം സംഘടിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള കേരളീയരിൽ നിന്ന് പിന്തുണ നേടുകയും ചെയ്തിരുന്നു. ഇന്നത്തോടെ അബ്ദുൾ റഹീമിന്റെ 20 വർഷം നീണ്ടുനിന്ന ജയിൽവാസം അവസാനിക്കുന്നു.